സുഹൃത്തുക്കളെ, CMB ബിൽട്ടപ്പ് സ്റ്റുഡിയോയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ മുഹമ്മദ് ഷമീർ, ടൗൺ പ്ലാനർ മോങ്ങം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മണ്ണ് കൊണ്ടുള്ള ഇൻ്റർലോക്ക് വാങ്ങി പെട്ടുപോയ പല എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ചാണ്. യാദൃശ്യവശാൽ 15 വർഷം മുൻപ് ആളുടെ ഉപ്പ ഈ വിഷയങ്ങളൊന്നും പഠിക്കാതെ അറിയാതെ ചെയ്തു പോയ പ്രശ്നത്തിൻ്റെ പ്രയാസം അനുഭവിച്ച് വിഷമമായപ്പോൾ എന്നെ വിളിക്കുകയും ഞാൻ അവിടെ പോയി കാണുകയും ആ സങ്കടം വന്ന് നിങ്ങളോട് അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് പല ആളുകളും വീഡിയോയിൽ 35 രൂപയ്ക്ക് 40 രൂപയ്ക്കൊക്കെ വില കുറഞ്ഞ ബിൽഡിംഗ് മെറ്റീരിയൽ ലഭിക്കുന്നുണ്ട്, ചുമര് കെട്ടാൻ പറ്റിയ മഡ് ബ്രിക്ക് ലഭിക്കുന്നുണ്ട്, അത് നിങ്ങൾ വാങ്ങിക്കോളി, ഭയങ്കര ലാഭമാണ്, നിങ്ങൾ ഉപയോഗിച്ചോളി, ഒരു പ്രശ്നമില്ല, പ്രയാസമില്ല എന്നൊക്കെ പറഞ്ഞ വലിയ പരസ്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അത്തരം വീഡിയോ കണ്ടപ്പോൾ അതവർ കമ്പനിക്കാരില്ലാത്ത ആ കമ്പനിയോട് പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ കമ്പനിക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള പല ആളുകളും ഇത്തരത്തിലുള്ള പരസ്യം ചെയ്യുകയും സാധാരണക്കാരായ സാധുക്കളായ ആളുകളെ ഇത്തരം വലിയ വൻചതിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന അവസ്ഥ കണ്ടപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ കാലം, പക്ഷെ എന്ത് ചെയ്തില്ല, അതിന് വോയിസ് നൽകുകയോ അതിന് പുറത്തിറക്കുകയോ ചെയ്തില്ല. അപ്പോൾ ഈ കഴിഞ്ഞിട ഇതിന് പറ്റിയ പല ആളുകളും ഇതിന് ഭയങ്കര ലാഭകരമാണെന്നുള്ള വീഡിയോ കണ്ടപ്പോഴാണ് ഇത് ലാഭകരമല്ല എന്നുള്ള തെളിയിക്കേണ്ടത്. അത് മാത്രമല്ല, ആ തെളിയിക്കുന്നതിന് കൂടെ നമ്മൾക്ക് ഏതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ കോഡിലുള്ള ഈ സാധനം ബിൽഡിംഗ് മെറ്റീരിയൽ, ഏത് ബിൽഡിംഗ് മെറ്റീരിയൽ ഇറക്കുമ്പോഴും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വേണം, ആ സ്റ്റാൻഡേർഡിനകത്ത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനകത്ത് അംഗീകാരം വാങ്ങണം, എന്നിട്ടാണ് ചെയ്യുക. അപ്പോൾ ഏതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, അതിനുപയോഗിക്കേണ്ട മെറ്റീരിയൽസ് എന്താണ് എന്നൊക്കെയുള്ള പ്രത്യേക സാധനങ്ങൾ വേണം. നല്ല നാട്ടിൽ ഷോപ്പ് വെറുതെ തുടങ്ങാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് സാധനം ഉണ്ടാക്കി വെക്കാൻ നാട്ടിൽ കഴിയില്ല. ഇന്ത്യൻ ഗവൺമെൻറ് പ്രത്യേക നിർദ്ദേശങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതിന് തെളിയിക്കണം. തെളിയിച്ച് കഴിഞ്ഞ ശേഷം അത് ഗവൺമെൻറ് അംഗീകരിച്ച് ചെയ്യുന്ന ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഏതായാലും അതിനെക്കുറിച്ച് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മഡ് ഇൻ്റർലോക്കുകൾക്ക് സ്റ്റെബിലൈസ്ഡ് മഡ് ബ്ലോക്ക് ആണ് പറയുന്നത് കേട്ടോ. അത് വെറും മഡ് ബ്ലോക്ക് അല്ല, സ്റ്റെബിലൈസ്ഡ് മഡ് ബ്ലോക്ക്. ആ മഡ് ബ്ലോക്കുകൾക്ക് വേണ്ട സ്പെസിഫിക്കേഷൻ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ സംസാരിക്കുന്നത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഏതായാലും കർണാടകയിലുള്ള 3 എഞ്ചിനീയേഴ്സാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റെബിലൈസ്ഡ് മഡ് ബ്ലോക്കിന് ഇന്ത്യയിൽ രൂപം കൊടുത്തത്. സ്റ്റെബിലൈസ്ഡ് മഡ് ബ്ലോക്കുകൾ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ സാധനമുണ്ട്. അപ്പോൾ ഈ സ്റ്റെബിലൈസ്ഡ് മഡ് ബ്ലോക്കുകൾക്ക് ഉപയോഗപ്പെടുത്തിയ മെറ്റീരിയൽസ് കർണാടകയിലെ ലാറ്ററൈറ്റ് കോറിയിൽ നിന്നാണ്. ലാറ്ററൈറ്റ് കോറി എന്ന് പറഞ്ഞാൽ വെട്ടുകല്ലിൻ്റെ കോറി. ആ വെട്ടുകല്ലിൻ്റെ കോറിയിൽ നിന്ന് എടുത്ത വെട്ടുകല്ലിൻ്റെ വേസ്റ്റായ മണ്ണിനകത്ത് 88% ഈ വെട്ടുകല്ലിൻ്റെ വേസ്റ്റായ മണ്ണും അതിനകത്ത് 7% സിമെൻറ്റും 5% സാൻഡും അല്ലെങ്കിൽ 6% സാൻഡും. അപ്പോൾ ഈ സോയിന് മാറ്റം വരും. ചിലപ്പോൾ 88 മുതൽ 92 വരെ വരും. അപ്പോൾ സിമെൻറ്റിനകത്ത് മാറ്റം വരും. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പല കമ്പനികളും പല സാധനത്തിനകത്തും വ്യത്യാസം വരുത്താറുണ്ട്. അപ്പോൾ ഈ സിമെൻറ്റിങ് മെറ്റീരിയലാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ സിമെൻറ്റ് മെറ്റീരിയലാണ് ഈ ലാറ്ററൈറ്റ് സ്റ്റോൺ. അതിൽ അലൂമിനിയം, സിലിക്ക അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ ഈ ലാറ്ററൈറ്റ് സ്റ്റോണിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ പറയപ്പെട്ട പോലെ ചെറിയ സിമെൻറ്റും 10% മുളക് ചേർത്ത് ചെയ്യുമ്പോൾ അതിനെ ഹൈഡ്രാഫോ മെഷീനിൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ അതിനാവശ്യമായ ഉറപ്പ് കിട്ടുന്നുണ്ട്. എവിടെ വരെ? അതാ പ്രശ്നം. ഈ ഉറപ്പ് കിട്ടുന്നത് 7.5 to 12.5 ക്ലാസ് ബ്രിക്കിൻ്റെ ഉറപ്പ് വരെ കിട്ടുള്ളൂ. അതിന് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിനും കിട്ടില്ല. 7. അതായത് വളരെ ഉറപ്പ് കുറഞ്ഞ ഒരു മെറ്റീരിയലാണ് അപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ ഇത് വെച്ച് എന്ത് ചെയ്യാം? പാർട്ടീഷൻ വാൾ കെട്ടാം. ലോഡ് ബെയറിംഗ് വാൾ കെട്ടാൻ പറ്റില്ല. പാർട്ടീഷൻ വാൾ നനയുന്നത് കെട്ടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ബിൽഡിങ്ങിനകത്ത് അങ്ങനെ ചെറിയ ചെറിയ ഉറപ്പുകൾക്ക് ആവശ്യമുള്ള ബിൽഡിങ്ങുകൾ കെട്ടാൻ പറ്റും. പക്ഷേ നമ്മുടെ സാധുക്കളായ ആളുകൾ ഈ സാധനം വാങ്ങി വെച്ചത് എവിടെയാണ്?
കോൺക്രീറ്റ് ചെയ്യുന്ന വീടുകൾക്കാണ്. ഉൽപ്പാദിപ്പിക്കുന്നവൻ പറയും ഇത് കുഴപ്പമുണ്ടോ, ഒരു കുഴപ്പമില്ല, 15 വർഷങ്ങൾക്ക് അങ്ങനെ ഏതായാലും ഇപ്പോൾ ഉണ്ടാക്കിയ വീട് ഈ മഡ് കൊണ്ട് ഇന്റർലോക്ക് ഉണ്ടാക്കിയ നിങ്ങളിന്ന് നമ്മുടെ വീഡിയോയിൽ കാണുന്ന രൂപത്തിലേക്ക് ഈ വീട് എത്തിപ്പോയി. അവർക്ക് അവിടെ താമസിക്കാൻ കഴിയുന്നില്ല, പേടി കൊണ്ട് ബേജാറായിട്ടൊക്കെ വയ്യ. ചെറിയ കുഞ്ഞു വീടാണ്, 3 സെൻറ്റ് സ്ഥലത്തുണ്ടാക്കിയ അപ്സ്റ്റെയറിൻ്റെ മുകളിൽ ഉണ്ടാക്കിക്കൊണ്ട് അടച്ച സഹായിച്ച്, മറ്റല്ലെങ്കിൽ 2 നില മഴ ഇടിഞ്ഞ് നിന്ന് പൊടിഞ്ഞു പോയിന്. അപ്പോൾ അത്രയധികം അബദ്ധമായ സാധനങ്ങളാണ് ഇത്. IS കോഡ് തന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, മഴയത്ത് ഉപയോഗിക്കാൻ പാടില്ല, കാറ്റത്ത് ഉപയോഗിക്കില്ല. അതായത് ഈ നമ്മളെ ഏത് കാറ്റെന്നറിയോ, ഈ കടൽക്കാറ്റുകളില്ലേ, കടൽക്കാറ്റ്, അതുപോലെ അമിതമായി ചൂടിക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഈ സ്ഥലങ്ങളിലൊന്നും ഇതിന് ചെറുക്കാനുള്ള ശേഷി ഈ സാധനത്തിനില്ല. ഈ ഇത്തരം വിഷയങ്ങളൊന്നും മനസ്സിലാക്കാതെ ആളുകൾ എന്ത് ചെയ്യാണ്, വളരെ പൊട്ടന്മാരാക്കിയിട്ട് ഇവർ കാശുണ്ടാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. അപ്പോൾ ഈ എത്തിപ്പെട്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ആ സങ്കടം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്ന നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ അവരെ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത ചിത്രങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സാധനങ്ങളെന്ന് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ ആ പൊട്ടത്തരം ധരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതുപോലെ വേറെ പല ആളുകൾ വീടുണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് വീടുകൾ പല സ്ഥലങ്ങളിലുണ്ട്. ലോഡ് ബെയറിംഗ് വാൾ കെട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കെട്ടിയുണ്ടാക്കിയ വാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബിൽഡിങ് പൊളിഞ്ഞു പോകില്ല, ഇവരെ സംബന്ധിച്ച് ഒരു വീട് ബിൽഡിങ്ങും പൊളിഞ്ഞു പോകും. അപ്പോൾ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു യഥാർത്ഥമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നോക്കി ചോദിക്കുകയോ പഠിക്കുകയോ അതിൻ്റെ വസ്തുത എന്താണെന്ന് മിനിമമെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് അങ്ങനെ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സാധാരണക്കാരായ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവർ വെള്ളത്തിലിട്ടുണ്ടാവും, വെള്ളം നനച്ചിട്ടുണ്ടാവും, അങ്ങനെ ഉറപ്പായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. 28 ദിവസം കഴിയുമ്പോൾ ഉറപ്പ് കൂടും. എത്ര 78 മുതൽ 85 വരെ എന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സത്യമായിരിക്കും. ഈ 78 മുതൽ 85 വരെ ഉറപ്പ് കൂടുന്നത് എന്തിനാണ്? ഈ വെച്ച ഇഷ്ടികേൻ്റെ ഉറപ്പാണ് കൂടുന്നത്, അല്ലാണ്ട് ടോട്ടൽ ശതമാനം കൂടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഹൈലൈറ്റ് ചെയ്യാനുള്ള എടുത്ത് പറഞ്ഞിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയിപ്പിച്ചിട്ട് ഉണ്ടാക്കാൻ മാത്രമാണ്. അപ്പോൾ ഏതായാലും ഈ സോയിൽ ബ്ലോക്കിനകത്ത് ഒരുപാട് രൂപത്തിലുണ്ടാക്കാം, പല രൂപത്തിലുണ്ടാക്കാം. സോയിൽ ബ്ലോക്കുകളും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന സോയിൽ ബ്ലോക്കുകൾക്ക് എന്തില്ല, വെട്ടുകല്ല് പോലെയുള്ള വേസ്റ്റ് കൊണ്ടല്ല സ്ട്രക്ചർ ബ്രിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാതെ വരുന്ന ഇത്തരം സാധനങ്ങൾ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് 100% ഫെയിലായി പോകുന്നത്. സ്റ്റെബിലൈസർ മഡ് ബ്ലോക്ക് വെച്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടാവില്ല അത്രയധികം ഈ ബ്ലോക്കിൻ്റെ സ്പെസിഫിക്കേഷൻസ് വെച്ച് ഉണ്ടാക്കുമ്പോൾ അതുണ്ടാവില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താക്കണം, അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽ സാധാ ചുവന്ന മണ്ണാണ്, തരി കുറവുള്ള ചുവന്ന മണ്ണ്. ഈ ഇതിനകത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് IS കോഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് വേണ്ട സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ എഞ്ചിനീയേഴ്സ് കണ്ടുപിടിച്ച ആ സാധനം അത് IS കോഡിൽ 3495/1992 എന്ന IS കോഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ IS കോഡിൽ പറയുന്നത് ഉറപ്പ് 7.5 to 12.5 ക്ലാസ് ബ്രിക്സിൻ്റെ ഉറപ്പാണ്. അത് വളരെ സാധാ മണ്ണിൻ്റെ ഉറപ്പുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഈ യഥാർത്ഥത്തിൽ വേണ്ട ക്ലാസ് ബ്രിക്സുകളുടെ ഉറപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കും. ഫസ്റ്റ് ക്വാളിറ്റി ക്ലാസ് ബ്രിക്കിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൻ്റെ 105 kg/cm². സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ 70 kg/cm². ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് 20% വരെ വെള്ളം കുടിക്കും, 20% വെള്ളം കുടിക്കും. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് 24% വെള്ളം കുടിക്കും. തേർഡ് ക്ലാസ് ബ്രിക്ക് 27% വെള്ളം കുടിക്കും. അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കുന്ന ആ ബ്രിക്സിൻ്റെ സ്ട്രെങ്ത്താണ് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത്. എന്നാൽ സാധാ കോമൺ ബിൽഡിംഗ് ബ്രിക്സോ അത് 105 kg/cm² ആണ്. പിന്നെ സാൻഡ് ഡ്രൈഡ് ബ്രിക്സ് അത് 15 kg/cm² ആണ്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായോ എത്രയാണെന്ന്? ആ സ്ഥാനത്ത് 5 ആഷ് ഉണ്ട്, അത് 90 to 100 ആണ്. AC ബ്ലോക്ക് ഉണ്ട്, 30 kg ആണ്. അപ്പോൾ AC ബ്ലോക്കിനേക്കാളും കംപ്രസീവ് സ്ട്രെങ്ത് കുറവാണ് ഈ പറയുന്ന മഡ് ബ്ലോക്കിന്. അപ്പോൾ അത് ഒന്നും പറയാതെയാണ് യഥാർത്ഥത്തിൽ AC ബ്ലോക്കിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും അത് ലോഡ് ബെയറിംഗ് വാളിന് കെട്ടാൻ പാടില്ല, അതുപോലെ എക്സ്റ്റേണൽ വാളിന് കെട്ടാൻ പാടില്ല.
അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് അനുയോജ്യമായ സൂട്ടബിളായ ബ്രിക്ക് എന്താണ്? ലാറ്ററൈറ്റ് സ്റ്റോണാണ്. ആ ലാറ്ററൈറ്റ് സ്റ്റോൺ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് കംപ്രസേഷൻ വിത്ത് 70 മേലെയാണ്. കാരണം പല രൂപത്തിലുള്ള പല സ്ട്രെങ്ത്തുള്ള കംപ്രസേഷൻ ഇതുണ്ടല്ലോ. 70 മേലെ 100 മേലേക്കുള്ള ഉണ്ട്. അപ്പോൾ മിനിമം അതിന് നമ്മൾ ഇന്ന് കാണുന്ന വെട്ടിയെടുക്കുന്ന കല്ലുകൾക്കൊക്കെ 70 മേലെ സ്ട്രെങ്ത് ഉണ്ട്. എന്നാൽ പണ്ട് കാലത്തുള്ള അത്രയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തില്ല, ദോഷങ്ങളില്ല. മനുഷ്യനെ സംബന്ധിച്ച് ഈ മഡ് ബ്ലോക്കിനെ സംബന്ധിച്ച് എന്താക്കുന്നുണ്ട്? അതിനകത്ത് മഡിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് അത് പൊടിഞ്ഞ് പോവുകയാണ്. വെട്ടുകൾ ഒരിക്കലും അങ്ങനെ പൊടിഞ്ഞു പോകില്ല. എത്രയാണ് ഉറപ്പ് ഡ്രൈ ആകുമ്പോൾ ഉള്ളത്, ആ ഉള്ള ഉറപ്പ് കാലാകാലം ഉള്ളത് ആളെ വെക്കും, കുറയില്ല. പക്ഷെ മഡ് ബ്ലോക്കിനെ സംബന്ധിച്ച്, കംപ്രസീവ് മഡ് ബ്ലോക്കിനെ സംബന്ധിച്ച്, സ്റ്റെബിലൈസ്ഡ് മഡ് ബ്ലോക്കിനെ സംബന്ധിച്ച് എന്താണിത്? അതിൻ്റെ ഉറപ്പ് കുറഞ്ഞു പോയി പൊടിയായി മാറുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെറ്റീരിയൽസ് നമ്മുടെ നാട്ടിൽ ചേർക്കണം എന്താണ്? അവർ പറയും ഞങ്ങൾ കെമിക്കലി ചേർക്കേണ്ടതെന്ന്. അങ്ങനെ സംഭവമില്ല. ആ കെമിക്കൽ എന്ന സാധനമാണ് ആ സിമെൻറ്റ്. ഇതൊക്കെ ഓരോന്ന് ആളുകളെ പൊട്ടീസാക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ വിഷയങ്ങളാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു യഥാർത്ഥ രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ എൻജിനീയേഴ്സ് നമ്മളൊരു വിഷയം കണ്ടുപിടിച്ച് അത് ഇന്ത്യൻ ഗവൺമെൻറ് സമർപ്പിച്ച് കഴിയുമ്പോൾ അതിനെന്ത് വേണം? അവരാദ്യം കാണിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്താണ്, അതിൻ്റെ ദോഷം എന്താണ്. അപ്പോൾ ഈ ഗുണമാണ് പറഞ്ഞത് ഇക്കോ ഫ്രണ്ട്ലി മെറ്റീരിയലാണ്. അതായത് പിന്നെ വേസ്റ്റുകളൊക്കെ ഉപയോഗപ്പെടുത്താം, വില കുറവാണ്, അതൊരു 20 മുതൽ 40% വില വില കുറയും. തെർമൽ ഇൻസുലേഷനാണ്, ചൂടടിക്കില്ല, ലോ സോയിൽ വേസ്റ്റ് ഉണ്ടാവില്ല. സാധാരണ മണ്ണ് കൊണ്ടുള്ള കട്ടയേക്കാളും 40 മുതൽ 50% വരെ കംപ്രസീവ് സ്ട്രെങ്ത് കൂടുതലാണ്. അതുപോലെ ബെറ്റർ സൗണ്ട് അബ്സോർപ്ഷനാണ്. ഇത്രയും ഘടകങ്ങളാണ് ഇതിൻ്റെ ഗുണപരമായിട്ടുള്ളത്. അതിൻ്റെ ദോഷം പറഞ്ഞുതരാം. മഴ കൂടുതലുള്ള സ്ഥലത്ത് ഉപയോഗിക്കരുത്. ബ്രിക്സിനേക്കാളും വളരെ കുറഞ്ഞ ഡ്യൂറബിളാണ് ഇതിനുള്ളത്. കുറഞ്ഞ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. മെയിൻ്റനൻസ് കൂടുതൽ ആവശ്യമാണ്. പ്രകൃതിയുടെ പ്രതിഭാസങ്ങളായ കാറ്റ്, ചൂട്, മഴ, സ്നോ മുതലായ സ്ഥലത്തൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇതിന് പ്രതിരോധിക്കാനുള്ള ശേഷി ഇതിനില്ല. ഇതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്, ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 23.12 Newton/mm² ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും വരുന്നത്. അതായത് നമ്മുടെ വെട്ടുകല്ലിൻ്റെ ആ വേസ്റ്റായ മണ്ണെടുക്കുക, അതിനകത്ത് സിമെൻറ്റ് ചേർക്കുക, വെള്ളം ചേർക്കുക, എന്നിട്ട് ഹൈഡ്രാഫോം മെഷീനിൽ അതിനെ പ്രസ് ചെയ്തെടുക്കുന്ന അതാണെങ്കിൽ പോലും അതിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ്? തീർത്തും ഓപ്പോസിറ്റായ വസ്തുവിനെയാണ് ഉപയോഗപ്പെടുന്നത്. അപ്പോൾ ഈ മേസൺറി ഡിസൈനെ കുറിച്ച് 1905 1987 എന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് പറയുന്ന ബേസിക് സ്ട്രെങ്ത് ആയ ബേസിക് കംപ്രസീവ് സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത്, ഷിയർ സ്ട്രെസ് എന്ന് ആ ഗണത്തിലൊന്നും ഈ SMB എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റെബിലൈസ്ഡ് മഡ് ബ്ലോക്ക് ഇല്ല. ആയതിനാൽ ഇത് ഒരു നിലക്കും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രത്യേക ഉപദേശം. എന്നാൽ ഈ 1905 1985 87 എന്ന IS കോഡിലുള്ള ഒരുപാട് മേസൺറി പലതുമുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഫ്ലൈ ആഷ് ലൈം ബ്രിക്സ്, ഫ്ലൈ ആഷ് ബ്രിക്ക്, അങ്ങനെ പറയുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ സ്ട്രെങ്ത് എത്രയാണെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി മനസ്സിലാക്കി പഠിച്ച് എന്നിട്ട് മാത്രമേ വില കുറഞ്ഞ വീടിനെക്കുറിച്ച് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ആരെങ്കിലും പെട്ടെന്ന് തന്നെ കേൾക്കുന്നത് ചാടിപ്പോയിട്ട് ഉപയോഗിക്കരുത്. ഒന്ന് രണ്ട് കാര്യം പാടെ ഇതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞോട്ടെ. പിന്നെ ചില ആളുകൾ പറയും വെയിറ്റ് വളരെ കുറവാണെന്ന്. അപ്പോൾ അതിന് ആ വെയിറ്റ് കുറവാണുള്ള അതിൻ്റെ ഓപ്ഷനെയും നമ്മളിവിടെ തകർക്കാൻ വേണ്ടിയാണ് ഇത്രയും വിഷയങ്ങൾ അടുത്തോട് പറയുന്നത്. സിമെൻറ്റ് കോൺക്രീറ്റ് ബ്ലോക്ക് അതിൻ്റെ വെയിറ്റ് ഒരു M³
1800 കിലോയാണ്. ബ്രിക്കിൻ്റെത് സാധാ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ബ്രിക്കില്ലേ, ഇംഗ്ലീഷ് ബോർഡ് ഫ്ലെമിഷ് ബോർഡ് കിട്ടുന്ന സാധാ ബ്രിക്ക്, പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന സാധാ ബ്രിക്ക് 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 20 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 അല്ലെങ്കിൽ 7 ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ആ ബ്രിക്സിൻ്റെ ഒരു M3 വെയിറ്റ് 1920 എ പീസ് ബ്ലോക്കിൻ്റെത് 550 ആണ്. ലാട്രൈറ്റിൻ്റെത് 1019 ഫ്ലൈ ആഷ് ബ്രിക്കിൻ്റെത് 1500 മഡിൻ്റെത് 1800 കിലോയാണ്, 1600 കിലോയാണ്. RCCൻ്റെ 2500 അപ്പോൾ 1920 ബ്രിക്സിൻ്റെയും മഡിൻ്റെത് 1600 അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. എന്നാൽ ലാട്രൈറ്റിനേക്കാളും വെയിറ്റ് കൂടുതലുമാണ് മഡ് ബ്ലോക്കിന്. അപ്പോൾ അതിനിപ്പോൾ അവർ ചെയ്യുന്ന പണി വെച്ചാൽ വണ്ണം കുറയ്ക്കുകയാണ്, ചുമരിൻ്റെ വണ്ണം കുറക്കും. ചുമരിൻ്റെ വണ്ണം കുറച്ചിട്ടാണ് ഈ വിഷയത്തൊക്കെ അവർ തരണം ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് വെയിറ്റ് കുറയുമെന്ന് പറയും. അപ്പോൾ നമ്മളിതിൻ്റെ സൈസ് ഇവിടെ ചെറുതായിരിക്കുമല്ലോ, അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വെയിറ്റ് കുറഞ്ഞ് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് നമ്മൾ സാധാരണ ധരിക്കും. എന്നാൽ ആ സ്ഥാനത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിൽ ഇൻ്റർലോക്ക് ബ്രിക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഇൻ്റർലോക്ക് ബ്രിക്കിൽ ഒരിക്കലും വിട്ട സാധനമല്ല ഈ SMB എന്ന് പറയുന്ന കംപ്രസീവ് ഇൻ്റർലോക്ക് ബ്രിക്ക്. കാരണം ആ ഇൻ്റർലോക്ക് ബ്രിക്കുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എർത്ത് വേക്കിനെ തടയും, ക്രാക്ക് ഉണ്ടാവില്ല, പിന്നെ ലോ എക്സ്പെൻസ് ആണ്, പ്ലാസ്റ്ററിങ് വേണ്ട, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് കോൺക്രീറ്റ് ബ്ലോക്കാണ് അല്ലെങ്കിൽ ഫ്ലൈ ആഷ് ബ്ലോക്കാണ്. അപ്പോൾ ഈ അത്തരം ബ്ലോക്കുകൾക്ക് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട മറ്റ് ബ്ലോക്കുകൾ പല രൂപത്തിലുണ്ടാകുന്ന ബ്ലോക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തുണ്ടും അതിനാവശ്യമായ സ്ട്രെങ്ത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ മറിച്ച് ആ സ്ട്രെങ്ത്ത് കാണിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമേ ഇത്തരം ഗുണങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒന്നും ഈ ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഇത് സാധുക്കളായ ആളുകൾക്ക് ഈ വിഷയം അറിയില്ല. അപ്പോൾ ഇതറിയാതെ ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ജനങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആളുകളെ വെറുതെ പൊട്ടീസാക്കി അവരുടെ പൈസ എങ്ങനെ പോയി എന്നറിയാതെ സങ്കടപ്പെട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ചിലവ് പറഞ്ഞ വീടുണ്ടാക്കി 10-15 കൊല്ലം കഴിയുമ്പോൾ വളരെയധികം സങ്കടത്തിൽപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ വന്നുപെടാതെ ആളുകൾ കഴിയുന്ന നമ്മുടെ വീഡിയോ കേട്ടിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ചെറിയൊരു ഉപകാരമെങ്കിലും ആയെങ്കിൽ ആവട്ടെ എന്ന തരത്തിലാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വീണ്ടും കാണാൻ തൗഫീഖ് അള്ളാഹു ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു.